Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വജീറ്റെ ആ ഒരു മോൺസ്റ്റർ വിഴുങ്ങുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. എല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ഗോക്കു ആണെങ്കിൽ ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വന്ന് വജീറ്റെ ഒച്ചത്തിൽ വിളിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും മുകളിലേക്ക് ഉയർന്നു വരും. അത് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴായിരിക്കും ഗോക്കു ഒരു കാര്യം നോട്ടീസ് ചെയ്യുക. വജീറ്റ അവനെ ആ ഒരു മോൺസ്റ്ററിനെ വിഴുങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവൻ ആ ഒരു മോൺസ്റ്ററിന്റെ ടെന്റിക്കിൾസിൽ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. പാവു വജീറ്റ, ഞാൻ കരുതിയത് ആ മോൺസ്റ്റർ നിന്നെ വിഴുങ്ങിയെന്നാണ്. അത് കേട്ട് വജീറ്റ ആണെങ്കിൽ മാറി നിൽക്കെന്ന് പറഞ്ഞ് മുകളിലേക്ക് ചാടി വന്ന് വീണ്ടും ആ ഒരു സ്വാട്സ്മാനുമായിട്ട് പൊരിഞ്ഞ് പോരാട്ടം. ആ സ്വാട്സ്മാൻ ആണെങ്കിൽ വലിയ വലിയ പവറുകൾ ഇപ്പോ വജീറ്റയ്ക്ക് നേരെ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും. ആ ഒരു പവറിൽ പെട്ട് വജീറ്റ ആണെങ്കിൽ വീണ്ടും താഴേക്ക് പോവും. ആ സമയത്ത് മോൺസ്റ്റർ ആണെങ്കിൽ വജീറ്റെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വജീറ്റ വീണ്ടും മുകളിലേക്ക് പറന്നുയരുന്ന അതേസമയം വലിയൊരു പവർ ഹിറ്റ് ചെയ്ത് വജീറ്റ ആണെങ്കിൽ ഇപ്പോ ആ ഒരു മോൺസ്റ്ററിന്റെ വായിലേക്ക് വീഴും. മോൺസ്റ്റർ ആണെങ്കിൽ വാ അത് ക്ലോസ് ചെയ്യുന്ന അടുത്ത നിമിഷം വലിയൊരു പവർ ബ്ലാസ്റ്റ് ഉപയോഗിച്ച് അതിന്റെ വാ തകർത്ത് വജീറ്റ ആണെങ്കിൽ ഈസി ആയിട്ട് പുറത്തേക്ക് വരികയാണ്. വാ തകർന്നു പോയ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ പതിയെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകും. ടാമഗാമി ആണെങ്കിൽ ബ്ലൂ കളറിലുള്ള പവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ വജീറ്റ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയി അവനെ തിരികെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഹായ് ആയിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരും. വജീറ്റയ്ക്ക് സന്തോഷമായി കാണും. അവൻ ആഗ്രഹിച്ച ആ വാമ്പ് അത് അവന് കിട്ടിക്കഴിഞ്ഞു. പ്രിൻസസ് ആണെങ്കിൽ അത്ഭുതപ്പെടും. നിന്നെ പോലെ അവനെ കൊണ്ട് മാജിക് പവർ ഒക്കെ ഉപയോഗിക്കാൻ കഴിയോ? അതിന് ഗോക്കു പറയും അതെ അവനെ കൊണ്ടും പറ്റും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ മാജിക് ഡൂ അവനാണെങ്കിൽ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ തന്നെ ആ ഒരു ടാമഗാമിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ സ്ക്വാഡിൽ കയറിയിരുന്ന് അവനെ പഞ്ച് ചെയ്യാനായിട്ട് വരും. പക്ഷെ പഞ്ച് ചെയ്യാതെ അവൻ അങ്ങനെ പുറത്തേക്ക് ചാടുകയാണ്. അതിനുശേഷം വിളിച്ചു പറയും എനിക്ക് ചോക്ലേറ്റ് വേണം. അത് കേട്ട് മാജിക് കൂവിന്റെയും അതുപോലെ തന്നെ സയന്റിസ്റ്റ് ലേഡിയുടെയും കൺട്രോൾ പോവും. ഓ നോ, ഈ സമയത്ത് നിനക്ക് ചോക്ലേറ്റ് വേണം. പ്രധാനപ്പെട്ട ഫൈറ്റിന്റെ ഇടയിലാണുള്ളത്. ഈ സമയത്ത് ചോക്ലേറ്റ് തരാനൊന്നും കഴിയില്ല. അത് കേട്ട് മാജിക് ഡൂ ആണെങ്കിൽ ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ടാമഗാമി ആണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് കറക്കെ എറിഞ്ഞ് ആടെടുത്ത് വെട്ടാനായിട്ട് അവന്റെ നേർക്ക് പോവും. മാജിക് ഡൂ ആണെങ്കിൽ സയന്റിസ്റ്റ് ലേഡിയോട് പറയും ഞാൻ എത്രയും പെട്ടെന്ന് ചോക്ലേറ്റ് ആയിട്ട് വരാം. കട്ട് ചെയ്താ ഇവിടെ ആണെങ്കിൽ ആ ഒരു ടാമഗാമിയെ അറഞ്ചും പുറഞ്ചും അടിക്കുകയാണ്. ഇവിടെ പ്രിൻസസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ജയിക്കാൻ പോവാണ്. സെക്കൻഡ് ഡ്രാഗൺ ബോളും നമുക്ക് കിട്ടും. അത് കണ്ട നേമ ആ ഏജ്ഡ് നമക്കിൻ അപ്പൂപ്പനാണെങ്കിൽ ഇപ്പൊ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് അത് ആ ടാമഗാമിക്ക് കൊടുക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ പവർ ഇൻക്രീസ് ആവും. നിങ്ങൾ എന്താ ചെയ്തതെന്ന് നമ്മുടെ ആൾക്കാർ ചോദിക്കും. അതിന് അപ്പാപ്പൻ പറയും അവന് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ, ഞാൻ ആ ടാമഗാമി സ്വാട്സ്മാന്റെ പവർ അത് കൂട്ടിയെന്ന് പറയും. അടുത്ത നിമിഷം ആ ഒരു ടാമഗാമി ആണെങ്കിൽ വജീറ്റെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ടാമഗാമിയുടെ അറ്റാക്കിലാണെങ്കിൽ വജീറ്റ ഇപ്പൊ കടലിലേക്ക് വീഴും. ടാമഗാമിയും കടലിലേക്ക് ചാടി ഇപ്പൊ അവനെ ഫോളോ ചെയ്ത് കടലിൽ വെച്ച് ആക്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ബൂവിനെ പിടിച്ചു വലിച്ച് നമ്പർ 1ലുള്ള ടാമഗാമി അവൻ ഡൂവിനെ അറഞ്ചം പുറഞ്ചം ആഞ്ഞു വെട്ടും. പക്ഷെ ഡൂ ആണെങ്കിൽ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുൻപോട്ടേക്ക് ചാടുകയാണ്. ആ സമയത്ത് കോമസിന്റെ സോൾജിയേഴ്സ് അവിടേക്ക് വന്ന് ആ ഒരു ഫൈറ്റ് കാണും. ഇവിടെ കോമയാണെങ്കിൽ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത വിഷ്വൽസ് നോക്കുകയാണ്. അതിലവൻ കാണും നമ്പർ 1 ഡീമൺ വേൾഡ് നടക്കുന്ന ആ ഒരു യുദ്ധം. ഇവിടെ മാജിക് ആണെങ്കിൽ ചാടി വന്ന് ഇപ്പൊ ഡൂവിന് ചോക്ലേറ്റ് കൊടുക്കും. ചോക്ലേറ്റ് കാണേണ്ട താമസം ഡൂ ആണെങ്കിൽ അങ്ങനെ പറന്നു വന്ന് അതങ്ങനെ വയറ്റിലാക്കുകയാണ്. അടുത്ത നിമിഷം പവർ എനർജിയും കിട്ടിയ ഡൂ ആണെങ്കിൽ ആ ഒരു പവർ വെച്ച് ടാമഗാമിയെ അങ്ങനെ തകർത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കോമയാണെങ്കിൽ ആകെ വണ്ടറടിക്കും. ഇവിടെ എന്താ നടക്കണേ, ആരാണ് ആ ഒരു മാജിക് ഡൂവിനെ അയച്ചതെന്ന് ചിന്തിച്ച് അവരാണെങ്കിൽ വീഡിയോ അത് ചെക്ക് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് കാണും സയന്റിസ്റ്റ് ലേഡിയെയും അവളുടെ കൂടെയുള്ള മാജിക് ഡൂവിനെയും. ഇവിടെ മാജിക് ഡൂ ആണെങ്കിൽ ഫുൾ എഫേർട്ടിൽ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ വലിയൊരു പൊട്ടുതെറി തന്നെ ഉണ്ടാക്കി ആ ഒരു ടാമഗാമിയെ തോൽപ്പിക്കുകയാണ്. അത് കണ്ട് ആ കോമൺ മോൺസ്റ്റർ അവൻ ഞെട്ടും. ടാമഗാമി ആണെങ്കിൽ ഡൂവിനോട് പറയും യെസ് ഞാൻ ഫെയിൽ ആയിരിക്കുകയാണ്, നീ ജയിച്ചു, ഞാനിത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് കേട്ട് ഡൂ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാണ്. ഈ ഡ്രാഗൺ ബോൾ നിനക്ക് സ്വന്തമാകണമെങ്കിൽ അവസാനമായിട്ട് ഒരു ചലഞ്ച് കൂടെ ബാക്കിയുണ്ടെന്ന് പറയും. അത്രയും നേരം തുള്ളിച്ചാടിക്കൊണ്ടിരുന്ന ഒരു ലേഡി സയന്റിസ്റ്റും മാജിക് ഓവും ഡൂവും എല്ലാം ഒരു വണ്ടറടിക്കും. ഇവിടെ കോമയ്ക്കാണെങ്കിൽ ആ ഒരു ഡൂ അവൻ ആരാണെന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇവിടെ ചലഞ്ചിനായിട്ട് ഇപ്പൊ ടാമഗാമി അവരെ കൂട്ടിക്കൊണ്ടുവരും. വളരെ സ്പീഡിൽ ഓരോരോ അക്കങ്ങളായിട്ട് അങ്ങനെ മിന്നിമായും അതെല്ലാം ആഡ് ചെയ്ത് ലാസ്റ്റ് എത്രയാണ് ടോട്ടൽ എമൗണ്ട് എന്ന് നീ പറയണമെന്ന് പറഞ്ഞ് ഇപ്പോ അവനാണെങ്കിൽ നമ്പേഴ്സ് അത് കാണിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരുപാട് വലിയ വലിയ ഡിജിറ്റ്സ് ഒക്കെ അങ്ങനെ മിന്നിമായാണ്. അവസാനമായിട്ട് എത്രയാണ് ടോട്ടൽ ചോദിക്കും. അത് കേട്ട് ഡൂ ആണെങ്കിൽ വണ്ടറടിക്കും.
ആ ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ചീറ്റ് ചെയ്യാണ്, ഇതെന്നെ കൊണ്ട് പോലും ചെയ്യാൻ കഴിയില്ല, ഒരു ചീറ്റിംഗ് ഗെയിമാണ്, ഡ്രാഗൺ ബോൾ തരാതിരിക്കാനായിട്ട് അവസാനമായിട്ട് ടാമോഗാമി ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. ടാമോഗാമി ആണെങ്കിൽ ഇപ്പൊ മാജിക് ഡൂവിനോട് ചോദിക്കും, നിനക്ക് ഇതിന്റെ ആൻസർ അറിയാമോ, അറിയാമെങ്കിൽ അതെന്താണെന്ന് പറയാം, അതല്ല എങ്കിൽ നിനക്ക് ഇതിന്റെ തോൽവി സമ്മതിക്കാം. ഉടനെ മാജിക് ഡൂ ആണെങ്കിൽ ആൻസർ പറയും. അത് കേട്ട് മാജിക് ഡൂ ഇതേ ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അത് കേട്ട് ടാമോഗാമി ആണെങ്കിൽ ആ ഒരു ആൻസർ ഷീറ്റിലേക്ക് നോക്കും. അടുത്ത നിമിഷം അവൻ പറഞ്ഞ അതേ ആൻസർ തന്നെ അതിലങ്ങനെ വിസിബിൾ ആവുകയാണ്. എല്ലാവരും അത് കണ്ട് വണ്ടർ അടിക്കും, പ്രത്യേകിച്ച് ആ ഒരു സയന്റിസ്റ്റ് ലേഡി. ആ ഗാമയാണെങ്കിൽ അതിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഡ്രാഗൺ ബോൾ എടുത്ത് ഇപ്പൊ അവന്റെ കയ്യിൽ കൊടുക്കും. അത് കണ്ട് എല്ലാവരും ആർപ്പ് വിളിക്കും. ബോവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ആ ഡ്രാഗൺ ബോൾ കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ബോ ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ ഇപ്പൊ അതാ സയന്റിസ്റ്റ് ലേഡിയെ ഏൽപ്പിക്കുകയാണ്. അവൾക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഉടനെ കൂ പറയും, കറക്റ്റ് സമയത്ത് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടാണ് ഇത് സാധിച്ചത്. അതിനവൾ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ടു പറയും, ഈ അല്ല, ആ ഡൂ ആണ് കഷ്ടപ്പെട്ട് ഇത് നേടിയെടുത്തത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഒരു കോമനെ കാണിക്കും. അവനാണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ടു പറയും, അവളത് തട്ടിയെടുത്തു. ആ ടോമോഗാമയെ തോൽപ്പിച്ച് അവളെ കൊണ്ടത് എടുക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അത് കേട്ട് സ്പൈക്കം പറയും, ഇനി ഒരു പക്ഷേ ആ ഭൂമിയിലുള്ളവരുടെ കയ്യിൽ നിന്ന് ഡ്രാഗൺ ബോൾ രക്ഷിക്കാനാണോ അവളത് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവുക. അതിനാ കോമൺ മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഒരു കാരണവശാലും അവൾ അങ്ങനെ ചെയ്യില്ല, അവൾ അത്ര നല്ല ആളൊന്നും അല്ല. കോമൺ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, അവസാനത്തെ ഡ്രാഗൺ ബോൾ അതിനെങ്കിലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അത് കേട്ട് സ്പൈക്കനാണെങ്കിൽ പേടിച്ച് വരച്ച്, അത് ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് സെക്കൻഡ് വിഷ്വൽ അത് ഓപ്പൺ ചെയ്യും. അപ്പൊ അവര് കാണും സെക്കൻഡ് വേൾഡിലെ ആ ടാമോഗാമി ഇപ്പൊ വെജിറ്റയായിട്ട് പോരാടുന്നത്. അത് കണ്ട് അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരികയാണ്. ഓൾറെഡി ആ ഒരു നമക്കിയൻ ഇപ്പോ ടാമോഗാമിക്ക് പവർ കൂട്ടിക്കൊടുത്തോണ്ട് തന്നെ അവനാണെങ്കിൽ വജീറ്റ ആഞ്ഞടിക്കും. ഒരു അടി കിട്ടി ഫ്ലാറ്റായ നമ്മുടെ വജീറ്റ ആണെങ്കിൽ കടലിന് അടുത്തട്ടിലേക്ക് പോകും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ കോൺഷ്യസ് ആയി ഇപ്പൊ തിരികെ ആ ഒരു ടാമോഗാമിയെ അറ്റാക്ക് ചെയ്യാൻ മുകളിലേക്ക് കുതിച്ചു വരും. വജീറ്റ ആണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സൂപ്പർ സയൻ തേർഡ് ഫോമിലേക്ക് പോവാണ്. അത് കണ്ട് ഗോക്കു ഇംപ്രസ്ഡ് ആവും. വാവ്, ഇവനെങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തു. അതിന് ബുൽമയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അവൻ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്താണ് ഇതെല്ലാം തന്നെ പഠിച്ചെടുത്തത്. ഇവിടെ വജീറ്റ ആണെങ്കിൽ ടെററായിട്ട് നിൽക്കുന്നത് കണ്ട ടോമോഗാമി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് പതറും. പക്ഷെ വിട്ടുകൊടുക്കാതെ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ വജീറ്റ കറങ്ങി വന്ന് കിക്ക് ചെയ്ത് കടലിലേക്ക് അങ്ങനെ ചവിട്ടി താഴെയിടുകയാണ്. കടലിലേക്ക് പോയ ടോമോഗാമിയുടെ പിന്നാലെ പോയി വജീറ്റ ആണെങ്കിൽ വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യും. അവൻ കുന്തമെടുത്ത് കുത്താൻ ശ്രമിക്കും. വജീറ്റ അതൊരൊറ്റ ഫിംഗർ കൊണ്ട് ബ്ലോക്ക് ചെയ്യും. ടോമോഗാമി ആണെങ്കിൽ ആ ഒരു കുന്തം ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം അവനെ കുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വജീറ്റ ആണെങ്കിൽ രണ്ട് വിരലുകൊണ്ട് അതങ്ങനെ തട്ടി മാറ്റി അവനെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് അറഞ്ചം പുറഞ്ചം തല്ലി തല്ലി കൊല്ലുകയാണ്. ഫൈറ്റിന്റെ ഒടുവിൽ ടോമോഗാമി ആണെങ്കിൽ വജീറ്റയോട് പറയും, ഐ എം സോറി, ഞാൻ എന്റെ തോൽവി അത് സമ്മതിച്ചു തരികയാണ്. അത് കേട്ട വജീറ്റ ആണെങ്കിൽ അവനെ വെള്ളത്തിലേക്ക് ഇടും. വജീറ്റ ആണെങ്കിൽ ഇപ്പൊ നോർമൽ മോഡിലേക്ക് വരും. അത് കണ്ട് എല്ലാവരും അവനെ നോക്കി ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു എൽഡർ നമക്കിയനാണെങ്കിലും ഒത്തിരി സന്തോഷം. അവസാനമായിട്ട് ഇപ്പോ ആ ഒരു ടോമോഗാമി ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് അത് റിപ്പയർ ചെയ്ത് ഇപ്പൊ വജീറ്റയോട് പറയും, ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം അതിനോട് ഉത്തരം പറയുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഡ്രാഗൺ ബോൾ നിനക്ക് കിട്ടൂ. വജീറ്റ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അവനാണെങ്കിൽ ചോദ്യം ചോദിക്കാനായിട്ട് തുടങ്ങും. ചോദ്യത്തിന്റെ അവസാനം വജീറ്റയുടെ ഉത്തരത്തിന് വേണ്ടി ആ ഒരു ടോമോഗാമി ആണെങ്കിൽ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും തലയ്ക്ക് കൈ കൊടുക്കും. കാരണം വജീറ്റയ്ക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ അറിയില്ല. അവസാന നിമിഷം വജീറ്റ ആണെങ്കിൽ എല്ലാവരും ഞെട്ടിച്ച് ആ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കും. പറഞ്ഞ ഉത്തരം അത് ശരിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഡ്രാഗൺ ബോൾ അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ വജീറ്റയ്ക്ക് കൊടുക്കും. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും സന്തോഷത്തെ തുള്ളിച്ചാടുകയാണ്. ആ ടോമോഗാമി ആണെങ്കിൽ ഇപ്പോ എൽഡർ നമക്കിന്റെ അടുത്തേക്ക് വരും. ഐ എം സോറി, എനിക്ക് ആ ഡ്രാഗൺ ബോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് എൽഡർ നമക്കിനാണെങ്കിൽ പൊട്ടിച്ചിരിച്ച്, സത്യത്തിൽ നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയാണ്. വജീറ്റ ആണെങ്കിൽ വിജയശ്രീ ലാളിതനായി ഡ്രാഗൺ ബോളുമായിട്ട് വരും. ഡോക്കു ആണെങ്കിൽ അവൻ പർച്ചേസ് ചെയ്ത ആ ഒരു സീഡ് അവന് കാണിച്ചു കൊടുക്കും. ഇത് സെൻസുബീൻ പോലെയാണ്, ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് അത് വർദ്ധിക്കും, നിനക്കിത് വേണോ? വജീറ്റ ആണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. പ്രിയങ്കായി ആണെങ്കിൽ വിളിച്ചു പറയും, ഇനി അധികം സമയമില്ല, എത്രയും വേഗം നമ്പർ 1 ഡീമൺ വേൾഡിലേക്ക് പോയി അവിടെയുള്ള ആ ഡ്രാഗൺ ബോൾ കൂടെ സ്വന്തമാക്കിയ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും സ്പേസ് ഷിപ്പിലേക്ക് വരും. കുമാൻ ആണെങ്കിൽ സ്പേസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് സ്റ്റാർട്ട് ആവുന്നില്ല. ഉടനെ പ്രിൻസസ് ആണെങ്കിൽ അതിനെ പ്രോബ്ലം കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്ത് അവരിപ്പോ 1 ഡീമൺ വേൾഡ് ലക്ഷ്യമാക്കി പറന്നു ഉയരുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിൽ കോമൺ ആണെങ്കിൽ ദേഷ്യപ്പെടും. എന്ത് വില കൊടുത്തും അവരെ തകർത്തേ പറ്റൂ, ഒരു കാരണവശാലും അവർ രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.